ടൈം പാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ UK ഒരു സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ നിങ്ങൾ UK താമസിക്കുന്നത്, നിങ്ങളത് കണ്ടിരിക്കണം. ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയോ? കാണുന്ന പോലെ ഡർഡിൽ ഡോറിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡർഡിൽ ഡോറുണ്ട്, ലുൽവർത്ത് കോവ്, ഡർഡിൽ ഡോർ, ഈ രണ്ടും ഒരുമിച്ച് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. രണ്ടും അടുത്തടുത്ത് 1 മൈൽ ഡിഫറൻസിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി ഏകദേശം അവിടെ എത്തി. അപ്പോൾ നല്ലൊരു വില്ലേജ് കൂടെയാണ് അതിലേക്കുള്ളൊരു എൻട്രി പോയിൻ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ കാണാം, ഇതിൻ്റെ വീടുകളുടെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈല് കണ്ടോ, അതിൻ്റെ റൂഫിംഗ് സ്റ്റൈല് കണ്ടോ, അത് വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് ഞങ്ങൾ താമസിക്കുന്ന അവിടെയൊന്നും ഇങ്ങനത്തെ ഒരു റൂഫിംഗ് സ്റ്റൈൽ ഇല്ല. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റൂഫിംഗ് സ്റ്റൈലാണ്. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ബേസ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഇത് ലുൽവർത്ത് കോവാണ്. ഡർഡിൽ ഡോർ ഡയറക്റ്റ് പോകരുത്. നിങ്ങൾ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു ട്രിപ്പ് നിങ്ങൾ പോകുകയാണെന്നുള്ളത് അഡ്വഞ്ചറസ് ആയിട്ട് മെമ്മറബിളായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി നിങ്ങൾ ലുൽവർത്ത് കോവ് വരാം. ഈ ലുൽവർത്ത് കോവിൽ പാർക്കിംഗ് ഏരിയ കൂടുതലുണ്ട് ഡർഡിൽ ഡോറിനേക്കാളും. പിന്നെ ഈ കാണുന്ന വഴി കണ്ടോ, അത് നമുക്ക് മല കയറി നമുക്ക് ഡർഡിൽ ഡോർ പോകാനുള്ള വഴിയാണത്. അപ്പോൾ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രോളർ കൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുട്ടികളുകൊണ്ട് നമ്മൾ ആ വഴി എടുക്കുന്നില്ല. നമ്മളിവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ലുൽവർത്ത് കോവ് ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോകണം അഡ്വഞ്ചറസ് ആയിട്ട്. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഡർഡിൽ ഡോറിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ ആ ഒരു ഇത് നമുക്ക് സെയിം ടിക്കറ്റ് തന്നെ നമുക്ക് ഡർഡിൽ ഡോറിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സെപ്പറേറ്റ് പാർക്കിംഗ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ ആ ഒരു വീടുകളും ആ ഒരു ഏരിയ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്ന ദിവസം മഴയുണ്ടോ എന്ന് നേരത്തെ നോക്കിയിട്ട് വരണം. നമ്മളിവിടെ ജുഗുറു ഉണ്ട്. അപ്പോൾ മഴയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റെയിൻ കോട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിലും ചെറുതൊരെണ്ണം കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരിക്കും. അതെന്തിനാണെന്ന് പറയാം. അപ്പോൾ ഇതാണ് അവിടുത്തെ വീടുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ആർക്കിടെക്ചറിലുള്ള ഒരു വീടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ നടന്ന് നമ്മൾ ലുൽവർത്ത് കോവിലാണ് വരുന്നത്. അപ്പോൾ ലുൽവർത്ത് കോവും ഡർഡിൽ ഡോറും ജസ്റ്റ് 1 മൈൽ ഡിഫറൻസ് ഉള്ളൂ. അത് കടൽ കൊണ്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ ഈ മലയുടെ മുകളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് വഴിയുണ്ട്. നമുക്ക് നല്ല ഫോട്ടോസ്, അതായത് നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു സ്പോട്ടാണത്. നല്ല ബ്ലൂ കളർ വെള്ളവും നമ്മൾ ഈ വാൾപേപ്പേഴ്സും അതുപോലെ തന്നെ നമ്മുടെ പിക്ചർ ഗാലറിയിലൊക്കെ കാണുന്ന ആ ടൈപ്പ് ഫോട്ടോസ് എടുക്കട്ടെ നമ്മൾ അവിടെ കയറി എടുക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു ഫോട്ടോ ഫേസ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ബീച്ച് കണ്ടോ, ഇത് നല്ല എന്താ പറയുക, തിരമാലകളില്ലാത്ത, അധികം ടൈഡിലില്ലാത്തൊരു ബീച്ചാണ്. സുഖമായി നമുക്ക് ഇറങ്ങി കുളിക്കുന്നതിനും നമുക്ക് എൻജോയ് ചെയ്യുന്നതിനും പറ്റിയ ഒരു ബീച്ചാണ് ഈ ലുൽവർത്ത് കോവ് എന്ന് പറയുന്നത്. അത്യാവശ്യം ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യേണ്ട അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി അവിടെ ഉണ്ട്. അവിടെ തന്നെ നമുക്കൊരു ബോട്ടിൻ്റെ ഒരു ബുക്കിംഗ് കൗണ്ടർ കൂടി അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഡൾട്ടിന് 20 പൗണ്ടും കുട്ടികൾക്ക് 15 പൗണ്ടാണ്. അതായത് ജനിച്ചൊരു കുട്ടി, ഒരു 1 മന്തുള്ള കുട്ടിയാണെങ്കിൽ അവരെടുക്കും. കാരണം അവർക്ക് അതിനുള്ള സേഫ്റ്റി കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളത് എടുത്തായിരുന്നു. അപ്പോൾ അതിന് 15 പൗണ്ടാണ് ചിലവാകുന്നത്. അപ്പോൾ ഇത് വർത്താണ്. 20 പൗണ്ടിൽ 15 പൗണ്ട് തികച്ചും വർത്താണ്. നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡർഡിൽ ഡോർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലുൽവർത്ത് കോവ് വന്ന് ഈ ഒരു എന്താ പറയുക ബോട്ട് സർവീസ് ത്രൂ നിങ്ങൾ ഡർഡിൽ ഡോർ കാണുകയാണെങ്കിൽ അത് സൂപ്പറായിരിക്കും. അല്ലെങ്കിൽ അതൊരു നിങ്ങൾ പോകുന്നൊരു നഷ്ടമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമ്മളതുപോലെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ബോട്ടിലേക്ക് കയറാണ്. എല്ലാവർക്കും ആവശ്യത്തിന് സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളുണ്ട്. കുട്ടീനെയാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കുട്ടി ഒരു കാരണവശാലും വെള്ളത്തിൽ പോകാതിരിക്കാനുള്ള അത്രയും സേഫ്റ്റി മെഷേഴ്സ് അവരെടുക്കുന്നുണ്ട്. അവരതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് കുട്ടീനെ അവരത് കയറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു യാത്ര എന്താ പറയുക, ഈ ഒരു ബോട്ടിൽ പോകുന്നത് ഇത് അവിസ്മരണീയമായിരിക്കും കേട്ടോ. അത് നല്ല സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ വെള്ളമൊക്കെ അടിച്ചും നല്ല തണുപ്പും ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്.
അപ്പോൾ ഫൈനലി നമ്മളവിടെ എത്തി ഗൈസ്. ഒരു ഏകദേശം ഒരു 1.5 മൈലുണ്ടായിരുന്നു. അവിടെ എത്തി ഗൈസ്. അങ്ങനെ നനഞ്ഞു. നല്ല എന്താ പറയുക, ആ സ്പീഡ് കൊണ്ട് വെള്ളം അങ്ങനെ ചീറി ഇങ്ങനെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ അടിച്ചു വരും. നല്ല മിസ്റ്റ് പോലെ ഇങ്ങനെ വരും. കണ്ടോ, ഇതാണ് നമ്മുടെ ഡൽഹിൻ്റെ ആ ഒരു വ്യൂ വരുന്നത്. ലൈം സ്റ്റോൺ ആർച്ച് ആ ഒരു വ്യൂ വരുന്നത്. ഈ ഒരു മെത്തേഡാണ് നമുക്ക് ഏറ്റവും ഈസിയായിട്ട് അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് ആ ഒരു യാത്ര ചെയ്ത് ഡൽഹിൻ്റെ തൊട്ടടുത്ത് കാണാനുള്ളൊരു മെത്തേഡ് ഇതാണ്. ടൈഡിൽ കുറവുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഈ കോവിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് എന്താ പറയുക, ഡൽഹിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ബോട്ട് അവർ കയറ്റി ഇറക്കും. നമുക്ക് അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും എടുക്കാനായുള്ള ടൈമും അവർ നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പിന്നെ മാപ്പിട്ട് ഡർട്ടിൽ ഡോർ മാപ്പിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു പാർക്കിംഗ് ഏരിയ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ താഴെ എടുത്ത ആ ടിക്കറ്റ് നമുക്കിവിടെ ഉപയോഗിക്കാം. അത് 1 ഡേ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ, അതാണ് ചീപ്പസ്റ്റ്. അവേഴ്സ് എടുക്കുന്നതിനേക്കാളും 1 ഡേ എടുത്താൽ അത് ചീപ്പസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ അത്യാവശ്യം കടകളും ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു കുത്തനെയുള്ള ഒരു ഇറക്കമാണ് താഴേക്ക്. അപ്പോൾ കുട്ടികളെ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട്, നമ്മുടെ കയ്യിലെടുത്തുകൊണ്ട് വേണം കുട്ടികളെ താഴേക്ക് പോകാൻ. കുത്തനുള്ള ഇറക്കം ഒരു 1.5 മൈലോളം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കണക്കൂട്ടി വരാം. ഇവിടെ നിന്നും വേണമെങ്കിൽ നമുക്ക് ലുലു വർത്ത് കോവിലേക്ക് നടന്നു പോകാം. ആ സെയിം വഴി കൂടെ തന്നെ നടന്നു പോകാവുന്നതാണ്. ഒരു ട്രക്കിംഗ് പോലെ നമുക്ക് നടന്നു പോകാവുന്നതാണ്. അപ്പോൾ ഇറക്കം ഇറങ്ങാനായിട്ട് കുറച്ച് കുത്തനെയുള്ളതാണ്. അപ്പോൾ സ്ലിപ്പാവാത്ത ചെരുപ്പിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ. അപ്പോൾ നമ്മളിങ്ങനെ ആ വഴി കൂടെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ ഒരു 1/2 മൈലൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പോട്ടുകൾ കാണും. അതായത് ഒരു റെസ്റ്റിംഗ് ഏരിയ പോലെ. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കി കണ്ടോ, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണത്. എന്താ പറയുക, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണേ, കിടു ഫോട്ടോസ് നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട്. നല്ല ബ്ലൂ കളറ് വെള്ളവും എന്താ പറയുക, അത് ഡിഫറെൻറ്റ് കളേഴ്സ് തന്നെ കാണാൻ പറ്റും നമുക്ക് ആ വെള്ളത്തിൽ. ഇങ്ങനെ ലൈറ്റ് ബ്ലൂ ആയിട്ട് ഇങ്ങനെ വരുന്നതും അങ്ങനത്തെ നല്ല നല്ല ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഡർട്ടിൽ ഡോറിൻ്റെ ലോങ് വ്യൂ ഫോട്ടോസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ഫോട്ടോ സ്പോട്ടിൽ നിന്ന്, ഈ എന്താ പറയുക, ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ നിങ്ങൾ ഈ കണ്ട ഈ വീഡിയോസും എന്താ പറയുക ഈ ഫോട്ടോസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ലോങ് ഡിസ്റ്റൻസിൽ നിർത്താണ്. നമുക്ക് ഇവിടെ നിന്ന് ഇത് നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ് ആയിട്ടാണ് വരുന്നത്. ഈ വ്യൂ പോയിൻറ്റിൽ നിന്ന് ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാൻ കേട്ടോ, ഒരു 100-150 സ്റ്റെപ്പും കൂടി താഴേക്ക് ഇറങ്ങാനുണ്ട്. കുട്ടികൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എടുത്ത് തന്നെ പോകണം. കണ്ടോ, ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി നമ്മൾ ചുറ്റി വളർന്നിട്ടാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇനി ഈ ഇറങ്ങുന്ന വഴിയിലും കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, അവിടെ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങി ചെന്നാലാണ് നമുക്ക് ആ ഒരു ബീച്ചിലേക്ക് നമ്മൾ എത്തുന്നത്. അത്യാവശ്യം നല്ല മണൽ കുറവാണ്, നല്ലൊരു ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ താഴേക്ക് നമ്മൾ എത്തി. അപ്പോൾ നിങ്ങൾ തീർച്ചയായും UK-യിലുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഡാർട്ടിൽ ഡോർ. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വഴിയും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്നുള്ളൂ, ഒന്ന് ഷെയർ ചെയ്തോളൂ.